Hi everyone, today I'm going to show you a process that is much more powerful and super effective that I trust that will change your life. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എനിക്ക് 100% ഉറപ്പുണ്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിനെ 100% മാറ്റിമറിക്കും എന്ന്. So welcome to another video. My name is Serafina. Yes, that is stop chasing relationships and love and instead do this. അതായത് നമ്മളിൽ പലരും ഇപ്പോഴും ചില സാധനങ്ങൾക്ക് പുറകെ ചില ആളുകൾക്ക് പുറകെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ചേസിങ്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേസിങ് എന്താണ്? യെസ്, നമുക്കറിയാം, നമുക്ക് പലർക്കും ചില ആൾക്കാരിലേക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ചില റിലേഷൻഷിപ്പിനോട് ഭയങ്കരമായിട്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ ഇനിയും വേണം, ഐ നീഡ് ദാറ്റ് പേഴ്സൺ അഗൈൻ, ആ വ്യക്തിയെ ഇനിയും എൻ്റെ ലൈഫിൽ വേണം, എനിക്ക് ആ പേഴ്സൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരാളിനെ സ്റ്റോക്ക് ചെയ്യാണ്. അതിപ്പം നേരിട്ടാവാം, അവർ പഠിക്കുന്നിടത്ത് പോയി നമ്മളിങ്ങനെ അവരെ പറ്റി അന്വേഷിക്കുന്നുണ്ടാവും, അവർ വർക്ക് ചെയ്യുന്നിടത്ത് പോകുന്നുണ്ടാവും, അവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അവരുടെ ലാസ്റ്റ് സൈൻ നോക്കുന്നുണ്ടാവും, അവരുടെ വാട്സപ്പ് DP നോക്കുന്നുണ്ടാവും, അവരെ നമ്മളെ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടാവും. സോ ഇതെല്ലാമാണ് നമ്മൾ ചേസിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. When you're putting more energy on chasing, this actually develop a negative energy in that person. And when you're chasing someone or when you're chasing a relationship, you're saying, I want this person. മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരാളിനെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത് യു ആർ സെയിങ് ഐ വാണ്ട് യു, ഐ വാണ്ട് ദിസ് പേഴ്സൺ, ഐ വാണ്ട് ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കിത് വേണം, എനിക്ക് അവളെ വേണം, എനിക്ക് അവനെ വേണം, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആക്ച്വലി ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നതെന്ന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ദേ ഡെവലപ്പ് ഇൻ നെഗറ്റീവ് എനർജി. അവരുടെ ഉള്ളിൽ നിങ്ങളെ പറ്റി ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എനർജിയാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴും നിങ്ങൾ അവരുടെ പിന്നാലെ ഉണ്ട്, നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് ഒരു എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് വെറുപ്പായി ഇവനോട്, അല്ലെങ്കിൽ എനിക്ക് വെറുപ്പായി ഇവളോട്, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു തോട്ടായിരിക്കും അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു റെസിസ്റ്റൻസ് ആണ്, അല്ലാതെ ഒരു വെൽക്കം സൈൻ അല്ല. സോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അവരെ യു കീപ് ചേസിങ് ദം, അവരുടെ ഉള്ളിൽ ആ ഒരു റെസിസ്റ്റൻസ് മാത്രമേ വരുത്തുള്ളൂ. മനസ്സിലായോ? അവർക്ക് നിങ്ങളോടൊരു നെഗറ്റീവ് വൈബ്രേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് യു ഹാവ് ടു റിയലൈസ് ദാറ്റ്. നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ അവർക്ക് മേ ബി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് യു ആർ എ യൂസ്ലെസ് പേഴ്സൺ എന്നാണ്. കാരണം നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ എപ്പോഴും അവരെ പറ്റി ചിന്തിക്കുന്നു, അവരൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ പോയി സീൻ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ഒരാളിനെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ they develop a negative vibration about you. നിങ്ങളെ പറ്റി വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ മാത്രമേ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. സോ സ്റ്റോപ്പ് ഇറ്റ്. എന്ത് സ്റ്റോപ്പ് ഇറ്റ്? സ്റ്റോപ്പ് ചേസിങ് ദം. അവരെ ചേസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ്സ് ദ കീ. And understand, anytime you are saying I really want this, I really want that person, you're automatically, your vibration is saying currently you don't have it. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ എനിക്കിത് വേണം, എനിക്ക് അവനെ വേണം, എനിക്ക് അവളെ വേണം, എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അങ്ങനെ പറയുമ്പം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി എന്താണെന്നറിയാവോ? നിങ്ങൾക്കത് ഇല്ല എന്നാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ അതില്ല, നിങ്ങൾക്ക് നിലവിൽ അതില്ല. അതായത് യു ആർ സെയിങ് ഐ വാണ്ട് ഇറ്റ്, എനിക്കത് വേണം. അപ്പം എന്താ, ഇപ്പം നിലവിൽ അതില്ല എന്നല്ല അതിൻ്റെ മീനിങ്. യെസ്, അപ്പം നിങ്ങൾ ഈ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വൈബ്രേഷനിൽ പറയുന്നത് യു ഡോണ്ട് ഹാവ് ഇറ്റ് റൈറ്റ് നൗ എന്നാണ്. നിങ്ങൾക്കത് വേണം എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അവനെ വേണം, നിങ്ങൾക്ക് അവളെ വേണം. അപ്പോൾ ആക്ച്വലി അവിടെ എന്താ മീനിങ്? ഇപ്പോൾ അത് ഇല്ല എന്നാണ് നിങ്ങളുടെ വൈബ്രേഷൻസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പറയുന്നത്. സോ ഒരു ലാക്ക് ആണ് അവിടെ വരുന്നത് എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിനെങ്കിലും ചേസ് ചെയ്യുമ്പോൾ
നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വേണം, അതിൻ്റെ പുറകിൽ അതില്ലാതെ എനിക്ക് അവൾ വേണം, അവൻ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ സന്തോഷം, നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരാളുടെ മേലെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കാതെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇവിടെയുള്ള ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെയുള്ള പീസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതായത് നമ്മൾ ഇങ്ങനെ ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് എവിടെയാണ്? അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനർത്ഥം നമുക്ക് നിലവിൽ ഹാപ്പിനെസ് ഇല്ല എന്നാണ്. നിങ്ങൾ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ചേസ് ചെയ്യാണ്, നിങ്ങൾ ആ ആളുടെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്ന ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. യു ആർ അൺഎബിൾ ടു എൻജോയ് ദ മൊമെന്റ്സ് റൈറ്റ് നൗ. അതായത് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ഹാപ്പിനെസ് പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. മനസ്സിലായില്ലേ? നിങ്ങളവിടെ യൂസ്ലെസ് ആയി പോവുകയാണ്. ബിക്കോസ് മറ്റുള്ളവരെല്ലാം അവരുടെ ലൈഫിൽ ഓരോ സ്മോൾ മൊമെന്റ്സും എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്ത് വേണം? ആ പേഴ്സൺ ഈ മൊമെന്റിൽ നിങ്ങളുടെ കൂടെ വേണം. അതുകൊണ്ട് അവനില്ല, അവളില്ലാത്തത് കൊണ്ട് എനിക്ക് ഹാപ്പി ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? യു ഹാവ് വെരി ലോ എനർജി. നിങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു ചേസിങ് ടൈമിൽ നിങ്ങൾക്ക് എനർജി ഭയങ്കര ലോ ആയി പോകും. അപ്പോൾ ഈ ലോ എനർജിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും, നിങ്ങളിരുന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ പല പല ട്രിക്സും കാര്യങ്ങളും ചെയ്യും, പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ? നോ, നിങ്ങൾക്ക് കിട്ടത്തില്ല. ബിക്കോസ് നിങ്ങൾ വളരെ ലോ എനർജിയിലാണ്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയും ഞാനത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നിട്ട് എനിക്ക് വർക്ക് ആവുന്നില്ല. അതുപോലെ വേറെ കോച്ചസിനോട് നിങ്ങൾ പറയും ഞാനതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? യു ഹാവ് ലോ എനർജി ബിക്കോസ് യു ആർ റണ്ണിങ്. നിങ്ങൾ ആ മൊമെൻറ്റിൽ നിന്ന് ആ മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല, ആ മൊമെൻറ്റിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നില്ല. ഉണ്ടായിരിക്കാം, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളത് ഫോളോ ചെയ്താലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ നിൽക്കുക. ഈ ചേസിങ് എന്ന് പറയുന്നത് പ്രസൻറ്റിൽ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. ഈ പ്രസൻറ്റിലുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ കാമായിട്ടിരുന്ന് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തിങ്ക് അബൌട്ട് ദിസ് പോയിന്റ്. ഇതിനെപ്പറ്റി നിങ്ങൾ നല്ല പോലെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഐ നീഡ് ഇറ്റ്, ഐ റിയലി വോണ്ട് ഹിം, ഐ റിയലി വോണ്ട് ഹെർ, ഐ നീഡ് യു എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഹൗ ഡസ് ദാറ്റ് ഫീൽ? ഇറ്റ് ഫീൽസ് ഡെസ്പറേറ്റ് അല്ലേ? ഇറ്റ് ഫീൽസ് ലൈക്ക് സംതിങ് ദാറ്റ് റിപ്പൽസ് യു. അതായത് ഇങ്ങനെ നിങ്ങൾ എനിക്കത് വേണം, എനിക്ക് അവനെ വേണം, എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല, എനിക്ക് വേണം 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 എന്ന് പറയുമ്പം ശരിക്കും അവിടെ ഒരു ഫീല് ഒരു വൈബ്രേഷൻ വരുന്നത് നിങ്ങൾക്കതില്ല. എന്തോ നിങ്ങളെ റിപ്പല് ചെയ്യുന്നു, നിങ്ങളിൽ നിന്ന് എല്ലാം അകന്നു പോകുന്നു. നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങൾ സീറോ ആണ്, നിങ്ങൾ വളരെ ലോ ആണ് എന്നേ അവിടെ വൈബ്രേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സോ ഈ ചേസിങ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഒപ്പം തന്നെ എനിക്ക് വേണം, എനിക്ക് കിട്ടണം, എനിക്ക് വേണം വേണം വേണം. സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി നമുക്ക് ഇതിനെ ഒരു മെറ്റഫറായിട്ട് കണക്ട് ചെയ്തൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം നിങ്ങൾ മറ്റൊരാൾ ഹീറോ ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോള് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ മൂവിയിൽ ഒരു ക്യാമിയോ റോള് വേണം, എനിക്ക് അവൻ ഹീറോയിൻ ആയിട്ടുള്ള മൂവിയിൽ എനിക്കൊരു ക്യാമിയോ റോള് വേണം എന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ അവർക്ക് ഭയങ്കര അനോയിങ് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും. അവന് വേറെ പണിയില്ല, അവൾക്ക് വേറെ പണിയില്ല എന്നുള്ളൊരു ഫീല് വരും. അപ്പം നിങ്ങൾ നായികയായിട്ടുള്ള ഫിലിമിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു റോളും ഇല്ലാതാവും അല്ലേ? നിങ്ങളുടെ സ്വന്തം ഫിലിമിൽ നിങ്ങൾ ആരാകും? നായകനാവുന്നുണ്ടോ? ഇല്ല. നായികയാവുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വേറൊരാളിൻ്റെ സിനിമയിൽ ക്യാമിയോ റോള് ചെയ്യാനുള്ള ഓട്ടത്തിനിടയ്ക്ക് നിങ്ങളുടെ സിനിമ ഇവിടെ വെറും യൂസ്ലെസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും നിങ്ങളുടെ സിനിമയിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. നിങ്ങളുടെ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളേ ഇല്ല നിങ്ങളുടെ സിനിമയിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മറ്റൊരാളിൻ്റെ അനോയിങ് ക്യാരക്ടർ ആകാൻ വേണ്ടിയുള്ള ആ ഒരു ഓട്ടം ഉണ്ടല്ലോ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ദാറ്റ്സ് എ റോങ് ഫ്രെയിം. യെസ്, ദാറ്റ്സ് എ റോങ് ഫ്രെയിം. ദാറ്റ് ഫ്രെയിം കീപ് യുവർ എക്സ് ഫോർ എവേ. ആ ഒരു തെറ്റായിട്ടുള്ളൊരു ഫ്രെയിമാണ്, നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ടല്ല, നിങ്ങളെ ഭയങ്കര മോശമായിട്ട് നിങ്ങളെ താഴ്ത്തി കാണിക്കുന്ന ഒരു ഫ്രെയിമാണ്. മാത്രമല്ല ആ ഒരു ഫ്രെയിം നിങ്ങളുടെ എക്സിനെ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലത്തിലേക്ക് കൊണ്ടുപോകത്തതേ ഉള്ളൂ. നിങ്ങളിങ്ങനെ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യുമോ, എന്നെ വിളിക്കുമോ, എന്നോട് മിണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വേറെ പണിയില്ല ഇവർക്ക് എന്നുള്ളൊരു തോട്ടാണ് വരുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾ എപ്പോഴും എനിക്ക് ഐ വോണ്ട് ഇറ്റ്, ഐ വോണ്ട് യു എന്ന് പറയുമ്പം അവിടെ വരുന്നതൊരു ലാക്ക് ഫീലാണ്, ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? സോ ചേസിങ് ഇംപ്ലൈസ് എ റെസിസ്റ്റൻസ്, ചേസിങ് ഇംപ്ലൈസ് ലാക്ക്. ചേസിങ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്
പ്രതിരോധമാണ്, നിങ്ങളെ വേണ്ട എന്നുള്ളൊരു ഫീലാണ് വരുത്തുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ നിങ്ങളെ പറ്റി ഇല്ല ഇല്ല നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ വെറും വട്ടപൂജ്യമാണ് എന്നുള്ളൊരു ഫീല് മാത്രമാണ് ഈ പറഞ്ഞ ചേസിങ് എന്ന് പറയുന്ന പരിപാടി നിങ്ങളുടെ എക്സിന്റെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇൻ ദ മൊമെന്റ് യു ആർ ചേസിങ്, യു ആർ സേയിങ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ നീഡ് മോർ. അല്ല, നിങ്ങൾ ഈ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വൈബ്രേഷനിൽ എന്താ പറയുന്നത്, ഞാൻ അത്ര നല്ലതൊന്നും അല്ല, എനിക്ക് കുറച്ചുകൂടെ വേണം, അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആവത്തുള്ളൂ, അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ നന്നാവത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലെവലിലേക്ക് എത്തണമെങ്കിൽ അവൾ വേണം, അവൻ വേണം എന്നാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങളിപ്പോൾ വട്ടപൂജ്യമാണെന്നല്ലേ. സോ സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ചേസിങ് ഇറ്റ്. ഐ റിപ്പീറ്റ് ഇറ്റ്, ദിസ് ഇസ് the biggest message of this video. Stop chasing. Stop chasing is the biggest message I want to say you. Okay, അപ്പോൾ നിങ്ങൾ അവരുടെ സിനിമയിലെ ക്യാമിയോ റോള് കളിക്കാതെ നിങ്ങളുടെ സിനിമയിലെ നായകനോ നായികയാകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങളവിടെ ഒരു ക്യാമിയോ ആവുന്നില്ല, നിങ്ങളവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ആവുന്നത്. മനസ്സിലായോ? അവരവിടെ ഹീറോയിനായിട്ട് നിൽക്കുന്നു. നിങ്ങൾ യു ആർ ജസ്റ്റ് എ ജൂനിയർ ആർട്ടിസ്റ്റ്. ഒരു ഹീറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഗേളിനെ പ്രേമിക്കുമോ? ഒരു ഹീറോയിൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പ്രേമിക്കുമോ? നോ. അവർ പ്രേമിക്കുന്നത് ആരെയാണ്? വേറെ സിനിമയിലെ ഹീറോയെ ആയിരിക്കും അല്ലേ. സ്വന്തം ലൈഫിൽ ഹീറോ ആയിട്ടുള്ള ഒരാളിനെ, മറ്റൊരു നായകനെ, മറ്റൊരു നായികയായിരിക്കും അവരിഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങളവിടെ വേസ്റ്റ് ആയി പോയില്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് സ്റ്റോപ്പ് ചേസിങ്, ഇൻസ്റ്റെഡ് അട്രാക്ട് ദം ബാക്ക്. അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എപ്പോൾ ഈ ചേസിങ് നിർത്തുന്നുവോ ആ സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ ചേസിങ് പരിപാടി നിർത്തുന്ന മൊമെന്റിൽ ദേ വിൽ ടെക്സ്റ്റ് യു ഓർ ദേ വിൽ കോൾ യു. നിങ്ങൾ ചേസിങ് സ്റ്റോപ്പ് ചെയ്യുമ്പം അവർ നിങ്ങളെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ടൈമിൽ അവർ ചിന്തിക്കും, ഇപ്പം ഞാനില്ലാതെ ഓക്കെ ആയോ, ഇപ്പം എന്നെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, എന്ത് പറ്റി, പുതിയ റിലേഷൻ ആയോ എന്ന് തോന്നും. ബിക്കോസ് ദേ കെൻ വൈബ്രേഷണലി ഫീൽ ദാറ്റ് പേഴ്സൺ ഈസ് ഇൻ ചേസിങ് ദം ആൻഡ് ദേ ആർ ലൈക്ക് what has happened to him, അല്ലെങ്കിൽ happened to her, what's going on here, is that person now feeling worthy a whole and he or she is complete without me എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അതായത് അവർ വിചാരിക്കും, എന്ത് പറ്റി, ഇപ്പം കുറേ നാളായിട്ട് എന്നെ ചേസ് ചെയ്യുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, അപ്പം ഞാനില്ലാതെ പറ്റുമോ? ഇപ്പോൾ പണ്ടൊക്കെ ഞാനായിരുന്നല്ലോ പുള്ളിയുടെ മെയിൻ ആൾ, അല്ലെങ്കിൽ എന്നെ ആയിരുന്നല്ലോ എപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം എന്നെ അങ്ങനെ ചേസ് ചെയ്യുന്ന കാണുന്നില്ല, എൻ്റെ മുന്നിലുണ്ടെങ്കിൽ പോലും മൈൻഡ് ചെയ്യുന്നില്ല, ഇപ്പം ഞാനില്ലാതെയും പുള്ളിക്ക് ഓക്കെ ആണ് അല്ലേ എന്നൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ലാക്ക് ഫീൽ അവർക്ക് വരും. ബിക്കോസ് അവരെ അത്രയും നാളും ചേസ് ചെയ്യാതിരുന്ന ആള് ചേസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ചേസ് ചെയ്യുന്നില്ല, എന്തു പറ്റി, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണോ, അവർക്ക് ഓക്കെ ആയതാണോ എന്നുള്ളൊരു ഡൗട്ട് ഓർ കൺഫ്യൂഷൻ അവർക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളിപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവാം, നിങ്ങൾ പോകുന്നിടത്തൊക്കെ വരുന്നുണ്ടാവാം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ ആയി നിങ്ങൾക്കൊരു ഡിസ്റ്റർബിങ് ഫീലാണ് വരുന്നത്. ആൻഡ് ഒരു ദിവസം ദേ സ്റ്റാർട്ട് ഇഗ്നോറിങ് യു. നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്ര നാളിങ്ങനെ അല്ലായിരുന്നല്ലോ, എന്നെ വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പുറകിന് വന്ന് സംസാരിക്കുമായിരുന്നു. അതുപോലെ ബോയ്സിനാണെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗേൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് ഇവരിത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ they think that എന്ത് പറ്റി, വാട്ട് ഹാസ് ഹാപ്പൻ ടു ഹർ, എന്താ പുതിയ റിലേഷൻഷിപ്പ് ആയോ എന്നൊക്കെ ചിന്തിക്കത്തില്ലേ. സോ ദാറ്റ്സ് എ കീ. നിങ്ങൾ ആ ചേസിങ് സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു ലാക്ക് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ ചേസിങ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ ആ സമയം മുതൽ നിങ്ങൾ യു ആർ സ്റ്റാർട്ടിങ് മൈൻഡിങ് യുവർ ഓൺ ബിസിനസ്. സോ നിങ്ങൾ നിങ്ങളുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ട് മാറാൻ പോവുകയാണ്. അവരുടെ ഉള്ളിൽ ലാക്ക് ഫീൽ വരികയാണ്, അവർ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. സോ വൺ മോർ തിങ് ഐ ഹാവ് ടു സേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് നീഡിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മോസ്റ്റ് അൺഅട്രാക്റ്റീവ് ക്വാളിറ്റി ദാറ്റ് പീപ്പിൾസ് ഹാവ്, എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്സ്. അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരാളിനെ ഏറ്റവും അൺഅട്രാക്റ്റീവ്, ഒരാളിനെ ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും മോശം ക്യാരക്ടർ, മോശം ഇമേജ് നൽകുന്ന ഒരു ക്വാളിറ്റി, ഒരു ബാഡ് ക്വാളിറ്റിയാണ് നീഡിനെസ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് അവളെ വേണം, എനിക്ക് അവനെ വേണം, എനിക്ക് അത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകിന് ബെഗ് ചെയ്ത് നടക്കത്തില്ലേ, ദാറ്റ് ഈസ് നീഡിനെസ്. ഭയങ്കര മോശമാണ്, നിങ്ങളുടെ ഇമേജ് 0 ആക്കി മാറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ വാട്ട് യു ആർ പാഷനേറ്റ് അബൌട്ട്. നിങ്ങളുടെ പാഷൻസ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ചിലപ്പം ട്രാവലിംഗ് ആവാം, ചിലപ്പം റൈറ്റിംഗ് ആവാം, ചിലപ്പം സിംഗിങ്, ഡാൻസിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആൻഡ് ഇൻവെസ്റ്റ് യുവർ ടൈം അതിൽ.
മനസ്സിലായോ? അല്ലാതെ ഇവരുടെ പുറകിൽ നടക്കുന്നതിന് പകരം നിങ്ങളെ സൂപ്പർ സ്റ്റാർ ആക്കാൻ ശ്രമിക്കുക, നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ആ ഒരു മൊമെന്റിൽ അവരത് റിയലൈസ് ചെയ്യും ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ചേസിങ് യു. നിങ്ങളെ അത് ചേസ് ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലെ കുറച്ച് കാര്യം കൂടെ പറയാം. അതായത് നിങ്ങൾ ആ ഒരു മൊമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യാൻ തുടങ്ങുക അവരിപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്യുക, ഒക്കെ ചെയ്യുക. അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് എന്നെ കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെൻറ്റർഷിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 hourൻ്റെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസോ അസിസ്റ്റൻസോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു അപ്പോയിൻമെൻറ്റ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഞാനിവിടെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.